Hi dears, today we are going to take class about semi-modal auxiliaries. ഇന്നത്തെ നമ്മുടെ പാഠം സെമി മോഡൽ ഓക്സിലറീസിനെ കുറിച്ചാണ്. പ്രൈമറി ഓക്സിലറീസിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു. അടുത്തതായിട്ട് സെമി മോഡൽ ഓക്സിലറീസ് ആണ്. ഫസ്റ്റ് വൺ ഡയർ. ഡയർ എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ അർത്ഥം ധൈര്യപ്പെടുക എന്നാണ്. ഇറ്റ് മീൻസ് ടു ഹാവ് ദ കറേജ് ടു ഡു സംതിങ്. എന്തെങ്കിലും ഒന്ന് ചെയ്യാൻ വേണ്ടി നമ്മൾ ധൈര്യപ്പെടുക. ഓർ ടു എക്സ്പ്രസ് ആങ്കർ അറ്റ് സംതിങ്. ഏതെങ്കിലും ഒരു വസ്തുവിന് നേരെ എന്ത് ചെയ്യുക, നമ്മളുടെ ദേഷ്യം പ്രകടമാക്കുക. അല്ലെങ്കിൽ നെഗറ്റീവായിട്ടും ഈ ഡയർ യൂസ് ചെയ്യാറുണ്ട്. ഇത് സെമി മോഡലായിട്ടും മെയിൻ വേർബായിട്ടും യൂസ് ചെയ്യാറുണ്ട്. നമ്മൾ സെമി മോഡൽ ആയിട്ട് യൂസ് ചെയ്യുന്ന സമയത്ത് ഡു ഫോംസ് അല്ലെങ്കിൽ എസ് ഒന്നും ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല, ഇതിന് കൊടുക്കാൻ പാടില്ല. ഉദാഹരണം പറഞ്ഞാൽ ഇറ്റ് ലുക്സ് ലൈക്ക് ഹി ഡയേഴ്സ് ഫൈറ്റ് ദ ബിഗ് ഗൈ. തോന്നുന്നത് എന്താണ്, അവന് ഒരു വലിയ ആളുമായിട്ട് എന്ത് ചെയ്യാണ്, ഫൈറ്റ് ചെയ്യാൻ ധൈര്യപ്പെടുന്നതായിട്ട് തോന്നുന്നു. ഇങ്ങനെ പറയണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഹീ എന്നിട്ട് നമ്മൾ ഇത് നമ്മൾ പറഞ്ഞു ഓക്സിലറി വേർബിൻ്റെ കൂടെ വേറൊന്നും ചേരാൻ പാടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഡയേഴ്സ് എന്ന് നമ്മൾ തേർഡ് പേഴ്സൺ ആകുമ്പോൾ യൂസ് ചെയ്യുക, അല്ലെങ്കിൽ ഡയറിങ് എന്നൊന്നും യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പാടില്ല. ഇതിന് ഒറ്റ ഫോമേ ഉള്ളൂ, അത് ഡയർ എന്ന് മാത്രമാണ്. ഡയർ കംസ് ഫസ്റ്റ് ബിഫോർ ദി സബ്ജക്റ്റ് ടു ഫോം ക്വസ്റ്റ്യൻസ്. ക്വസ്റ്റ്യൻ ഉണ്ടാക്കുന്ന സമയത്ത് ഡയർ എന്നത് നമ്മൾ ആദ്യം എന്ത് ചെയ്യണം, ക്വസ്റ്റ്യന് മുമ്പ് തുടക്കത്തിൽ ആദ്യം ഡയർ കൊണ്ടുവരിക, പിന്നെ സബ്ജക്റ്റ്, പിന്നെ മെയിൻ വേർബ്. ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. ഡെയർ എനിവൺ സേ ഐ കാൺ ഡു ഇറ്റ്. എനിക്ക് കഴിയില്ല എന്ന് ആരെങ്കിലും പറയാൻ ധൈര്യപ്പെടുന്നുണ്ടോ? ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഡയർ എന്ന് മെയിൻ വേർബായിട്ട് വരുമ്പോൾ ആ അവസരത്തിൽ, അഥവാ ഇൻട്രാൻസിറ്റീവ് വേർബായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന അവസരത്തിൽ ടു എന്ന് ചേർത്തിട്ടായിരിക്കും മെയിൻ വേർബ് നമ്മൾ ഉണ്ടാക്കുക. ഉദാഹരണം, ഐ കാൺ ബിലീവ് ഹീ ഡയേർഡ് ടു സ്റ്റാൻഡ് അപ്പ് ടു ദ ബോസ്. ഇവിടെ നമ്മൾ കാണുന്ന ഹീ ഡയേർഡ് ടു എന്ന് ചേർക്കുകയും ഇത് മെയിൻ വേർബായിട്ട് യൂസ് ചെയ്തത് കൊണ്ടാണ് ഡയേർഡ് എന്ന് യൂസ് ചെയ്തത്. അതേപോലെ അടുത്ത ഉദാഹരണത്തിൽ നോ വൺ ഡയേഴ്സ് ടു ക്വസ്റ്റ്യൻ മൈ അതോറിറ്റി. ആരും എൻ്റെ ആധിപത്യത്തെക്കുറിച്ച് അല്ലെങ്കിൽ എൻ്റെ അധികാരത്തെക്കുറിച്ച് ചോദ്യം ചെയ്യാൻ വേണ്ടി ആരും ധൈര്യപ്പെടുകയില്ല. അപ്പോൾ ഈ അവസരത്തിൽ ഇവിടെ എസ് ഉപയോഗിക്കാം. മെയിൻ വേർബായിട്ട് വരുമ്പോൾ ഇതിന് എസ് ഉപയോഗിക്കാം. അതേപോലെ വേർബിനുണ്ടാകുന്ന എന്തൊക്കെ മാറ്റങ്ങളുണ്ടാവോ അതൊക്കെ ഇതിന് സംഭവിക്കാം. അല്ലാതെ സെമി മോഡലായിട്ട് യൂസ് ചെയ്യുമ്പോൾ ഇങ്ങനെയൊന്നും നമ്മൾ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പാടില്ല. ഇതിൻ്റെ നെഗറ്റീവ് ഫോം ഡയർ നോട്ട് ഡയറിൻറ്റ് എന്നാണ് നമ്മൾ യൂസ് ചെയ്യാറ്. ഉദാഹരണം മനസ്സിലായിട്ടുണ്ടാകും. ഇറ്റ് ലുക്സ് ലൈക്ക് ഹി ഡയർ ഫൈറ്റ് ബിഗ് ഗൈ. വലിയ ഒരാളുമായിട്ട് പോരാടാൻ ധൈര്യപ്പെടുന്നതായിട്ട് കാണുന്നു എന്നാണ് ഇതിൻ്റെ അർത്ഥം. നെക്സ്റ്റ് വൺ നീഡ്. ഇറ്റ് ക്യാൻ ബോത്ത് ആക്ട് ആസ് എ മോഡൽ ആൻഡ് മെയിൻ വേർബ്. മോഡലായിട്ടും അഥവാ സെമി മോഡലായിട്ടും മെയിൻ വേർബായിട്ടും ഇത് യൂസ് ചെയ്യാം. നീഡ് ഈസ് ഓൺലി യൂസ്ഡ് ഇൻ മോസ്റ്റ്ലി നെഗറ്റീവ് സെൻറ്റൻസസ് വിത്ത് വേർഡ് നോട്ട് ഫോളോയിങ് ഇറ്റ്. സാധാരണഗതിയിൽ അധികവും നീഡ് ഉപയോഗിക്കാൻ നെഗറ്റീവ് സെൻറ്റൻസുകളൊക്കെയാണ്. അപ്പോൾ നീഡ് എന്നത് നെഗറ്റീവ് ആക്കിയിട്ട് നോട്ടിൻ്റെ കൂടെയാണ് എന്ത് ചെയ്യുക, നീഡിനെ യൂസ് ചെയ്യാറുള്ളത്. അഥവാ യു നീഡ് ഇൻ ബി ബോതേർഡ് ബൈ വാട്ട് ദേ സെഡ്. അവർ പറഞ്ഞതിൽ നീ ഒരിക്കലും എന്ത് ചെയ്യേണ്ട, ആകുലപ്പെടേണ്ട ആവശ്യമില്ല. അപ്പോൾ നീഡ് എന്ന് പറഞ്ഞാൽ ആവശ്യമാവുക എന്ന് തന്നെയാണ് അർത്ഥം. ഇത് സെമി മോഡലായി ഉപയോഗിക്കുന്ന അവസരത്തിൽ ആ നീഡിനെ നമ്മൾ ആദ്യത്തിൽ കൊണ്ടുവരുന്നു. അതിനുശേഷം സബ്ജക്റ്റ്, പിന്നെ മെയിൻ വേർബ്. ഇങ്ങനെയാണ് എന്ത് ചെയ്യുക, നമ്മൾ കൊണ്ടുവരിക. നീഡ് ഐ ഹാവ് ടു ട്രീറ്റ് യു ഓൾ ടൈം. നിന്നെ എപ്പോഴും ഇങ്ങനെ ട്രീറ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ഇനി മെയിൻ വേർബായിട്ട് ഉപയോഗിക്കുന്ന അവസരത്തിൽ നീഡിന് മെയിൻ വേർബിന് ഉണ്ടാകുന്ന മാറ്റങ്ങളൊക്കെ ഉണ്ടാവാം. ഹി നീഡ്സ് ദാറ്റ്. നീഡ്സ് എന്ന് നമ്മൾ ഉപയോഗിച്ചു. അതേപോലെ മെയിൻ വേർബായിട്ട് ഉപയോഗിക്കുമ്പോൾ നമ്മൾ പറഞ്ഞു ക്വസ്റ്റ്യനിൽ അതിൻ്റെ സിമ്പിൾ പ്രസൻ്റ് ആണെന്നുണ്ടെങ്കിൽ ഡു ഫോമാണ് കൊണ്ടുവരിക. രണ്ടാമത്തെ ഉദാഹരണം ശ്രദ്ധിക്കുക. ഡസ് ഷീ നീഡ്.
ഡു ഫോം കൊണ്ടുവന്നതാണ്. അതേപോലെ മൂന്നാമത്തെ സെൻറ്റൻസിൽ ഇതേപോലെ തന്നെ നെഗറ്റീവ് ആക്കുന്ന അവസരത്തിൽ നമ്മൾ ഡു ഫോം കൊണ്ടുവരും. അതാണ് അടുത്ത ഉദാഹരണം. യു ഹാവ് പ്ലൻറ്റി ഓഫ് ടൈം, നിനക്ക് ഒരുപാട് സമയമുണ്ട്. സോ അതുകൊണ്ട് തന്നെ യു ഡോണ്ട് നീഡ് ടു റഷ്, തിരക്കേണ്ട ആവശ്യം ഇല്ല. അപ്പോൾ ഇവിടെ ഡോണ്ട് റഷ് എന്ന് യൂസ് ചെയ്തു. പക്ഷെങ്കിൽ ഇതിൻ്റെ സെമി മോഡലായിട്ട് വരുമ്പോൾ ഇതിൻ്റെ നെഗറ്റീവ് നീഡിൻറ്റ് എന്നാണ് വരിക. അല്ലാത്ത അവസരത്തിൽ മെയിൻ വേർബായിട്ട് ഉപയോഗിക്കുന്ന സമയത്ത് നമ്മൾ പറഞ്ഞ പോലെ ഡോണ്ട് അതേപോലത്തെ ഓക്സിലറി വേർബ്സാണ് എന്ത് ചെയ്യേണ്ടത്, യൂസ് ചെയ്യേണ്ടത്. നെക്സ്റ്റ് വൺ യൂസ് ടു. യൂസ് ടു എന്ന് പറഞ്ഞാൽ പാസ്റ്റ് ഹാബിറ്റ്, എന്ന് ശീലമാക്കിയിരുന്നു എന്നാണ് അർത്ഥം. പാസ്റ്റ് ഹാബിറ്റ്. ഐ യൂസ് ടു ഗെറ്റ് അപ്പ് ഏർലി വെൻ ഐ ലിവഡ് ഇൻ ന്യൂയോർക്ക്. ഞാൻ ന്യൂയോർക്കിൽ ജീവിച്ചിരുന്ന അവസരത്തിൽ ഞാൻ രാവിലെ എഴുന്നേൽക്കൽ ശീലമുണ്ടായിരുന്നു. We form the question and negative of used to the same way as for main verbs in the past tense by using auxiliary did for the question and did not for the negative. ഇതിനെ നമ്മൾ നെഗറ്റീവ് ആക്കുമ്പോഴും ഇൻ്ററോഗേറ്റീവ് ആക്കുമ്പോഴും ശ്രദ്ധിക്കുക. ഇത് മെയിൻ വേർബ് പോലെ തന്നെയാണ് ഇതെപ്പോഴും എന്ത് ചെയ്യുക, ഇത് പ്രവർത്തിക്കുന്നത് മെയിൻ വേർബ് പോലെ തന്നെയാണ് പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഡിഡ് അതേപോലെ ഡു എന്നൊക്കെ നമ്മൾ ഉപയോഗിക്കണം. അപ്പോൾ ക്വസ്റ്റ്യനിലാണ് എന്നുണ്ടെങ്കിൽ ഡിഡാണ് ആദ്യം മുന്നിലേക്ക് വേണ്ടത്. അതുപോലെ ഡിഡ് യു യൂസ് ടു എന്നാണ് നമ്മൾ യൂസ് ചെയ്യുക. നെഗറ്റീവ് ഫോമാണ് എന്നുണ്ടെങ്കിലും എന്ത് ചെയ്യും, നമ്മൾ അതിൻ്റെ ഡിഡിൻ അല്ലെങ്കിൽ ഡോണ്ട് എന്നൊക്കെയാണ് ഉപയോഗിക്കുക. അതാണ് യൂസ് ടുവിനെ കുറിച്ച് പറയാനുള്ളത്. ഓട്ട് ടു എന്നത് നമ്മൾ മുമ്പേ പറഞ്ഞിട്ടുണ്ട്, ഷുഡിൻ്റെ അർത്ഥം തന്നെയാണ് പറയുക. ഓട്ട് ടു ക്യാൻ ബി റീപ്ലേസ്ഡ് ബൈ ഷുഡ് ആസ് ദേ ബോത്ത് ഹാവ് അബൌട്ട് ദ സെയിം മീനിങ്. ഒരേ അർത്ഥത്തിൽ ആയതുകൊണ്ട് തന്നെ എന്താണ് ഷുഡിൻ്റെ സ്ഥാനത്ത് ഓട്ട് ടുവിനെ വെക്കാൻ വേണ്ടി നമുക്ക് പറ്റും. ഐ ഓട്ട് ടു ഈറ്റ് ലെസ് ടു റെഡ്യൂസ് മൈ ബെല്ലി ഫാറ്റ്. എൻ്റെ കുടവയറ് കുറക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് തിന്നുകയുള്ളൂ എന്ന് നമ്മൾ പറയാം. ഐ ഓട്ട് ടു ഈറ്റ് ലെസ്, ഞാൻ കുറച്ച് തിന്നുകയുള്ളൂ. അതേപോലെ തന്നെ ഓട്ട് ടു ക്യാൻ ബി യൂസ്ഡ് ഇൻ ദി നെഗറ്റീവ് ആൻഡ് കോൺട്രാക്റ്റഡ് ഫോം ആസ് ഓട്ട് നോട്ട് ടു, ഓട്ട് ഇൻ ടു. ഇതിൻ്റെ നെഗറ്റീവ് ഫോമായിട്ട് നമ്മൾ ചുരുക്കിയിട്ട് ഓട്ട് ഇൻ ടു എന്നും ചേർക്കാം, അല്ലെങ്കിൽ ഓട്ട് നോട്ട് എന്ന് നമുക്ക് എഴുതാം. ഇഫ് യു ഹാവ് നോട്ട് ഡൺ എനിത്തിങ് റോങ്, നീ ഒന്നും റോങ് ആയിട്ട് ചെയ്തിട്ടില്ലെങ്കിൽ യു ഓട്ട് നോട്ട് ടു ബി സോ അഫ്രൈഡ് ഓഫ് യുവർ ബോസ്. നിൻ്റെ ബോസിന് എന്ത് ചെയ്യണ്ട, വളരെയധികം പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല, പേടിക്കേണ്ട. അപ്പോൾ ഷുഡിൻ്റെ അർത്ഥമാണ് ഓട്ട് ടു വരിക. ഓട്ട് ടു നോട്ട് യൂസ്, ought to is not used with another modal verb. ഒരിക്കലും മറ്റൊരു മോഡൽ വേർബിൻ്റെ കൂടെ ഇത് യൂസ് ചെയ്യാൻ പാടില്ല. അപ്പോൾ നമ്മൾ പറഞ്ഞു they ought to tell the truth about what happened. അവർ എന്ത് പറയും, സത്യം പറയും. about what happened, എന്താ സംഭവിച്ചതെന്നത് അവരെന്ത് ചെയ്യും, സത്യം പറയും. ഇവിടെ they must ought to, രണ്ട് എന്ത് ചെയ്യാൻ പാടില്ല, മറ്റൊരു മോഡൽ വേർബിൻ്റെ കൂടെ ought to ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് പാടില്ല. ഇൻ ക്വസ്റ്റ്യൻ ദ സബ്ജക്റ്റ് ഈസ് പ്ലേസ്ഡ് ബിറ്റ്വീൻ ought ആൻഡ് to. ഇതിൽ നമ്മൾ ക്വസ്റ്റ്യൻ ഉണ്ടാക്കുന്ന അവസരത്തിൽ ഓട്ടിൻ്റെയും അതേപോലെ സബ്ജക്റ്റിൻ്റെയും ടുവിൻ്റെയും ഇടയിൽ എന്ത് ചെയ്യും, സബ്ജക്റ്റിന് കൊണ്ടുവരും. അഥവാ ought we to എന്നാണ് പറയുക, അല്ലെങ്കിൽ ought to we എന്നല്ല നമ്മൾ യൂസ് ചെയ്യുക, മറിച്ച് ought we to എന്നാണ് യൂസ് ചെയ്യുക. പക്ഷെ ചിലപ്പോൾ എന്ത് ചെയ്യാറുണ്ട്, അപൂർവമായിട്ട് ought to എന്നും യൂസ് ചെയ്യാറുണ്ട്. സാധാരണഗതിയിൽ ought we to call her about the appointment. നമുക്ക് അപ്പോയിൻമെൻറ്റിനെ കുറിച്ച് ചോദിക്കാൻ അവളെ വിളിച്ചാലോ. അതേപോലെ നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, ഡു പോലത്തെ സാധനങ്ങളൊന്നും ഇതിന് ought toന് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പാടില്ല. അത് നമ്മൾ പറഞ്ഞു മെയിൻ വേർബായിട്ടല്ല, സാധാരണ സെമി മോഡലായിട്ടാണ് എന്ത് ചെയ്യുന്നത്, മെയിൻ വേർബിനെ പോലെയല്ല, നമ്മൾ യൂസ് ടുവിൻ്റെ പറഞ്ഞതുപോലെയല്ല, മറിച്ച് അതിന് നമ്മൾ നേരത്തെ പറഞ്ഞ സെമി മോഡൽസിൻ്റെ നിയമം തന്നെയാണ് ഉള്ളത്. ഇനി നെക്സ്റ്റ് ഹാഡ് ബെറ്റർ യൂസ് ടു ഇഷ്യൂ വാർണിംഗ്, ഗിവ് അഡ്വൈസ്, മേക്ക് സജഷൻ. ഒരു വാർണിംഗ് നൽകാൻ, അല്ലെങ്കിൽ ഒരു അഡ്വൈസ് നൽകാൻ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു നിർദ്ദേശം നൽകാൻ വേണ്ടിയിട്ടാണ്
ഹാഡ് ബെറ്റർ എന്ന് എഴുതാം. യു ഹാഡ് ബെറ്റർ ഗോ നൗ ബിഫോർ ദ സ്റ്റോർ ഈസ് ക്ലോസ്ഡ്. സ്റ്റോറ് കട അടക്കുന്നതിന് മുമ്പ് നിനക്ക് പോകലാണ് നല്ലത് എന്ന് നമ്മൾ ഹാഡ് ബെറ്റർ എന്ന് ഉപയോഗിക്കാറുണ്ട്. പക്ഷേ ഒരിക്കലും ഇവിടെ ഹാസ് ബെറ്ററോ ഹാവ് ബെറ്ററോ അങ്ങനെ ഒരു ഇതൊന്നുമില്ല. ഹാഡ് ബെറ്റർ എന്നത് ഒരേ സെമി മോഡലായിട്ടാണ് യൂസ് ചെയ്യാറ്. ദ വേർബ് ഹാഡ് ഓഫ് ഹാഡ് ബെറ്റർ കനോട്ട് ബി ചേഞ്ച്ഡ് ടു ഹാവ്. ഒരിക്കലും ഹാഡ് ബെറ്ററിൻ്റെ ഹാവ് എന്ത് ചെയ്യാൻ പാടില്ല, ഹാഡ് ബെറ്ററിൻ്റെ ഹാഡ് ഒരിക്കലും ഹാവ് ആക്കിയിട്ട് നമ്മൾ ചേഞ്ച് ചെയ്യാൻ പാടില്ല. ഇറ്റ് ഈസ് ഓൾവേസ് ഹാഡ്. എപ്പോഴും അത് ഹാഡായിട്ട് തന്നെയാണ് യൂസ് ചെയ്യേണ്ടത്. ഇറ്റ് ക്യാൻ ബി കോൺട്രാക്ട് ടു യുഡ് ബെറ്റർ. ഹാഡ് ബെറ്റർ എന്നുള്ളത് നമ്മൾ അപ്പോസ്ട്രോഫി കോമയിട്ട് ഡി ബെറ്റർ എന്ന് നമുക്ക് എഴുതാം. ഷുഡ് ആൻഡ് ought to can be used to replace had better without affecting the meaning. മീനിങ്ങിനൊന്നും ബാധിക്കാതെ തന്നെ, അർത്ഥത്തിനൊരു മാറ്റവുമില്ലാതെ തന്നെ ought to-നെയും ഷുഡിനെയും നമുക്ക് ഹാഡ് ബെറ്ററിൻ്റെ സ്ഥാനത്തേക്ക് നമുക്ക് കൊണ്ടുവരാൻ പറ്റും. ഇനി ഇതിൻ്റെ നെഗറ്റീവ് എങ്ങനെയാണ് ഉണ്ടാക്കുക? നെഗറ്റീവ് ഫ്രം ദി വേർഡ് നോട്ട് ഫോളോയിങ് ഇറ്റ്. നോട്ട് എന്ന് എന്ത് ചെയ്യുക, ഇതിന് ശേഷം ചേർത്ത് കൊടുത്താൽ മതി. ഐ ഹാഡ് ബെറ്റർ നോട്ട് ടു അറൈവ് ലൈറ്റ് ഇഫ് ഐ വാണ്ട് ടു ഹാവ് എ സീറ്റ്. ഞാൻ സീറ്റ് ആഗ്രഹിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ എന്താണ് ലേറ്റായിട്ട് എത്താതിരിക്കലാണ് നല്ലത്. ഇൻ ക്വസ്റ്റ്യൻ യൂസിങ് ഹാഡ് ബെറ്റർ ദ സബ്ജക്റ്റ് കംസ് ബിറ്റ്വീൻ ദം. അപ്പോൾ ഹാഡ് ബെറ്ററിൻ്റെ ഇടയിലാണ് എന്ത് ചെയ്യുക സബ്ജക്റ്റ്. നമ്മൾ ഓട്ടുവിൻ്റെ പറഞ്ഞ പോലെ ഹാഡ് ബെറ്ററിൻ്റെ ഇടയിലാണ് സബ്ജക്റ്റ് വരിക. ഉദാഹരണം ഹാഡ് യു ബെറ്റർ എന്നാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. നെഗറ്റീവ് ക്വസ്റ്റ്യൻ വിൽ ബി ഹാഡ് നോട്ട് ഇൻ കോൺട്രാക്റ്റഡ് ഫോം കമ്മിങ് ബിഫോർ ദി സബ്ജക്റ്റ്. അപ്പോൾ അതിൻ്റെ നെഗറ്റീവ് ഫോം ആണെന്നുണ്ടെങ്കിൽ സബ്ജക്റ്റിന് മുമ്പ് നമ്മൾ എന്ത് ചെയ്യുക, നോട്ട് എന്ന് കോൺട്രാക്റ്റ് ചെയ്തിട്ട് നമുക്ക് ഉപയോഗിക്കാം. അഥവാ ഹാഡ് ഇൻ വി ബെറ്റർ എന്ന് നമുക്ക് യൂസ് ചെയ്യാം. ഇത്രയുമാണ് സെമി മോഡൽസിനെ കുറിച്ച് നമുക്ക് പറയാനുള്ളത്.